ജമ്മു കശ്മീരിലെ കത്വയിൽ വീണ്ടും മേഘവിസ്ഫോടനം 7 പേർ മരിച്ചു. റോഡുകൾ തകർന്ന് ജോഡ് ഘാട്ടി ഗ്രാമം ഒറ്റപ്പെട്ട നിലയിലാണ്. SDRFും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. സജു തോമസ് വിശദാംശങ്ങൾ. സജു, നേരത്തെ മേഘവിസ്ഫോടനം ഉണ്ടായ ഭാഗത്തോട് ചേർന്ന് തന്നെയാണോ വീണ്ടും ഉണ്ടായിരിക്കുന്നത്? എത്ര പേർ മരിച്ചിട്ടുണ്ട്? ഇങ്ങനെ രക്ഷാപ്രവർത്തനം തുടരുന്നു? സൈഫുദ്ദീൻ, രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ കിസ്ത്വാറിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മേഖല, അതായത് ഇതിനോട് ചേർന്ന മേഖലയായ കത്വയിലും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 7 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പോലീസിന്റെയും അതുപോലെ ദേശീയ ദുരന്തനിവാരണ സേനയുടെയും ആഭിമുഖ്യത്തിലാണ് ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. നാട്ടുകാരും അതുപോലെ പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് അവിടെ ഈ NDRFന്റെ പ്രവർത്തകരെയൊക്കെയും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. രാജ്ഘട്ട് മേഖലയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വെളുപ്പിലെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. ഇന്നലെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മഴയ്ക്ക് പിന്നാലെയാണ് ഒരു മേഘവിസ്ഫോടനം ഉണ്ടാവുകയും 7 പേരുടെ മരണത്തിലേക്ക് ഇതിപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. മേഖലയിൽ എന്തായാലും കൂടുതൽ സൈന്യത്തിന്റെ സഹായം കൂടി എത്തിച്ചുകൊണ്ട് സൈന്യത്തിന്റെയും പോലീസിന്റെയും അതോടൊപ്പം തന്നെ NDRFന്റെയും അതായത് ഈ 3 സംഘങ്ങളെയും എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.